നമസ്കാരം, കല്ലൂരാൻസ്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡ്രമ്മിലേക്ക് കുറച്ച് ബലവൃക്ഷങ്ങൾ വെക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മൾ കായ്ച്ച നാഗപ്പൂർ ഓറഞ്ചാണ് വെക്കുന്നത്. കാ പിടിച്ച് തയ്ക്കുകയാണ്. 10-12 കായുണ്ട്. ചെറിയൊരു കവറിൽ നിൽക്കുകയായിരുന്നത്. അപ്പം നമ്മൾ പോട്ടി മിക്സ് സെറ്റാക്കിയത് ഇതിലേക്ക് നിറയ്ക്കാൻ നമ്മുടെ പണിക്കാരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണിത്. അപ്പം നാഗപ്പൂർ ഓറഞ്ച് വെച്ചതിന് ശേഷം നമ്മൾ ഏകദേശം 10-12 പ്ലാന്റ് വെക്കുന്നുണ്ട് എല്ലാത്തും കൂടെ. അപ്പം പ്ലാന്റ് വെച്ചതിന് ശേഷം മണ്ണ് ടോപ്പപ്പ് ചെയ്ത് പോട്ടി മിക്സ് സെറ്റാക്കിയ മണ്ണാണ്. അപ്പോൾ അത് ടോപ്പപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടത്. അടുത്തതായിട്ട് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേരയുടെ വെറൈറ്റിയാണ്. റെഡ് ഡയമണ്ടിന് തന്നെ ബ്ലാക്ക് കളറ്. അപ്പം ഗ്രാഫ്റ്റ് തൈകളാണ്. ചെറിയ കവറിലേക്ക്, അപ്പോൾ ഒരു മീഡിയം സൈസ് ഡ്രമ്മിലേക്ക് നമ്മളത് മാറ്റുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കായ്ച്ച് കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു ഇതിലേക്ക് നമ്മൾ ബ്ലാക്ക് ഡയമണ്ട് പേര വെക്കാൻ പോവാണ്. അതിനുശേഷമായിട്ട് നമ്മൾ സപ്പോട്ട, ബനാന സപ്പോട്ട എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ നീളത്തിലുള്ള കായാണ് ഇതിന്, ബനാന സപ്പോട്ടയ്ക്ക്. അപ്പം അതിൻ്റെ കായ ഇവിടെ നോക്കിയാൽ അതാ ഇതുപോലെ നീളത്തിലുള്ള കായാണ് ഇതിന് വരിക. അപ്പോൾ അത് ഒരു വലിയ കവറിലാണ്. അപ്പോൾ മുഴുത്തൊരു ഡ്രമ്മിലേക്ക് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് വെച്ചു, ബ്ലാക്ക് ഡയമണ്ട് വെച്ചു, ചിക്കുതേ വെച്ചു. അടുത്തത് ഫിഗാണ്, ഇസ്രായേലത്തി എന്ന് പറയുന്ന വെറൈറ്റി ആയത്. അപ്പോൾ നല്ല രുചിയുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതൊരു കുഞ്ഞ് കവറിൽ വെച്ചാൽ മതി. അപ്പോൾ അതും ഗ്രാഫ്റ്റ് തൈകളാണ്. ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കായ്ച്ച കമ്പ് വെക്കുന്നതിന് പെട്ടെന്ന് കായ്ക്കും. ഇത് സൈസാക്കി എടുക്കാനും നമുക്ക് എളുപ്പമുണ്ട് ഈ സംഭവം. ഡ്രമ്മിലാകുമ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് ചെയ്യാനും എളുപ്പമുണ്ട്. ഇപ്പോൾ ഓറഞ്ച്, ബ്ലാക്ക് ഡയമണ്ട്, ഫിഗ്, പിന്നെ സപ്പോട്ട, ഇത്രയും സംഭവങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ജാബോട്ടിക്കാവയുടെ റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയും എസ്കാർലറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയുമാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മരത്തേൽ എന്നുവെച്ചാൽ തടിയിൽ തന്നെ പിടിച്ചുണ്ടാകുന്ന വെറൈറ്റികളാണ്. കറുത്ത കാകളാണ് ഉണ്ടാകുന്നത്. എസ്കാർലറ്റ് മാത്രം പച്ചക്കായ ഉണ്ടാവും. അങ്ങനത്തെ വെറൈറ്റി ഉണ്ട്. അപ്പം നമ്മൾ തടിയിലാണ് ഈ സംഭവം പിടിച്ച് വരുന്നത്. അപ്പോൾ അതും പിന്നെ ഈ പറയുന്ന അബിയു എന്ന് പറയുന്ന ഫ്രൂട്ട്, നമ്മൾ സാധാ അബിയു അല്ല, ജയൻ്റ് അബിയു എന്ന് പറയുന്നതാണ്. മുഴുത്ത കായ ഉണ്ടാകുന്നതാണ്. നാട്ടിലെ കാലാവസ്ഥയിൽ ഇടുക്കിയിലെ കാലാവസ്ഥയിൽ നല്ല സൂപ്പറായിട്ടുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് അബിയു. പിന്നെ നമ്മൾ ഇതുപോലെ എസ്കാർലറ്റും വെച്ചു, റെഡ് ഹൈബ്രിഡും വെച്ചു. 2 ജാബോട്ടിക്കാവ വെറൈറ്റികൾ നമ്മൾ ഡ്രമ്മിലാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വെക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവാണ്. 1.5 വർഷത്തിൽ കായ്ക്കുന്ന ഒരു പ്ലാവിൻ്റെ ഇനമാണ് വിയറ്റ്നാം സൂപ്പർ എർലി. ആദ്യമൊക്കെ തടിക്ക് വണ്ണമായിട്ട് ചെറിയ ചക്കകൾ ഉണ്ടാവുള്ളൂ. തടിക്ക് വണ്ണം വെച്ച് മുറിച്ച ചക്ക ഉണ്ടാവും. അതിനുശേഷം നമ്മൾ റംബൂട്ടാൻ വെക്കുന്നുണ്ട്. N18 വെറൈറ്റിയാണ്, ചുമലക്കായ ഉണ്ടാകുന്നത്. നമ്മൾ വെട്ടി വിട്ടേക്കാണ് ഈ സംഭവം. എന്നാന്ന് വെച്ചാൽ അടിയിൽ നിന്നേ ഒന്ന് പൊട്ടിക്കെളുത്ത് ഷേപ്പ് ആവാനായിട്ട് നമ്മൾ വെട്ടി വിട്ടിരിക്കുകയാണ് ഈ സംഭവം. അപ്പം നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്കധികം ഇലപ്പടപ്പില്ലാതെ നിർത്തുകയും ചെയ്യും ഈ സംഭവങ്ങൾ. അടുത്തായിട്ട് നമ്മൾ ബെറാപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വെക്കുന്നത്. ഒരു 3/4 ആപ്പിളിൻ്റെ വലുപ്പത്തോളം വരും. നല്ല കാലാവസ്ഥ, ഈ നാട്ടിലെ കാലാവസ്ഥയിലും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബെറാപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ഡ്രമ്മിലേക്കാണ് നമ്മളത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് താത്തി വെക്കാതെ ഒരു ഇച്ചിരി പൊക്കത്തിലാണ് വെക്കുക. അപ്പോൾ കൂടുതൽ വേറെ താഴെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്